ബാക്ക് ടു അണ്ടർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 10 CBSE സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് റഷ്യൻ റെവല്യൂഷൻ ആണ്. അതിന്റെ പാർട്ട് 4 ആണ്. സോ പാർട്ട് 1, 2 and 3 കണ്ടിട്ടുള്ള പാർട്ട് 4ലേക്ക് വരാം. സോ നമ്മൾ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്പില് there are 3 types of peoples എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് യൂറോപ്പിൽ ജീവിച്ചിരുന്ന 3 kinds of peoples? അവിടെ റാഡിക്കൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരുന്നു, ലിബറൽസ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആരും ഉണ്ടായിരുന്നു, കൺസർവേറ്റീവ്സ് ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണല്ലോ അല്ലെ? നമുക്ക് യൂറോപ്പില് റാഡിക്കൽസ്, ലിബറൽസ്, കൺസർവേറ്റീവ്സ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇൻഡസ്ട്രിയലൈസ് ചേഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രിയൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ കുറെ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂറോപ്പിലോട്ട് എന്ത് വന്നു? കമ്മ്യൂണിസം വന്നു, അതോടൊപ്പം തന്നെ സോഷ്യലിസം വന്നു. അങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ നമ്മുടെ യൂറോപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയാലോ. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അബൌട്ട് ദി റഷ്യൻ റെവല്യൂഷൻ ആയിരിക്കും. അപ്പോൾ റഷ്യൻ റെവല്യൂഷനെ പറ്റി പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അധികം ഇമ്പോർട്ടൻസ് മീൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഷ്യൻ റെവല്യൂഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊന്നുമില്ല. റഷ്യൻ റെവല്യൂഷൻ നമുക്ക് 2 ടൈം പീരീഡിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അബൌട്ട് ഒക്ടോബറിൽ നടന്നിട്ടുണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒക്ടോബർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നുണ്ടാവും? ഒക്ടോബർ റെവല്യൂഷൻ എന്നും ഫെബ്രുവരി എന്ന് എന്ത് പറയുന്നുണ്ടാവും? ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങളോട് സ്പെസിഫൈ ചെയ്തിട്ട് എന്താണ് ഒക്ടോബർ റെവല്യൂഷൻ ചോദിച്ചാൽ ഒക്ടോബർ റെവല്യൂഷൻ എഴുതുക, എന്താണ് ഫെബ്രുവരി റെവല്യൂഷൻ ചോദിച്ചാൽ ഫെബ്രുവരി റെവല്യൂഷൻ എഴുതുക, അല്ലെങ്കിൽ എന്താണ് റഷ്യൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒക്ടോബർ റെവല്യൂഷൻ എഴുതണം, ഫെബ്രുവരി റെവല്യൂഷൻ എഴുതണം. ആ ഒരു കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മളുടെ യൂറോപ്പിന്റെ അകത്ത് there were 3 kinds of peoples. അത് കഴിഞ്ഞ് യൂറോപ്പിന്റെ അകത്ത് കമ്മ്യൂണിസവും സോഷ്യലിസവും കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു കാര്യമാണ് ഈ റെവല്യൂഷൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ റഷ്യൻ റെവല്യൂഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യൻ റെവല്യൂഷൻ വരാൻ മെയിൻ കാരണം റഷ്യക്കകത്തുള്ള സോഷ്യലിസം ആക്ച്വലി കൂടിയിട്ടുണ്ട്. മീൻസ് കമ്മ്യൂണിസം ആൻഡ് സോഷ്യലിസം കൂടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എന്താണ് അവിടെ ഉണ്ടായിരുന്ന കിങ്ങിന്റെ റൂൾ ആക്ച്വലി പീപ്പിൾസിന് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ബിക്കോസ് റഷ്യക്കകത്ത് ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. അത് ആ ഒരു കിങ്ങിന്റെ റൂൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഒരു സെൻസും അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു മെയിൻ റീസൺസ് കാരണമാണ് അവിടെ എന്തുണ്ടായത്? റഷ്യൻ റെവല്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ റഷ്യൻ റെവല്യൂഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് റഷ്യൻ എംപയറിനെ പറ്റിയിട്ട്. എന്തിനാണ് റഷ്യൻ എംപയർ? മീൻസ് റഷ്യന്റെ അകത്തുള്ള രാജഭരണം, ആ രാജാവിന്റെ ഭരണം ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ റഷ്യൻ റെവല്യൂഷനെ പറ്റി പറയുന്ന എംപയറിനെ പറ്റി പറയുമ്പോൾ 1914 എന്ന് പറയുന്ന ഒരു ഇയർ കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ട് 1914 ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ ലാസ്റ്റ് സാർ എന്ന് പറയുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഇവിടെ കിങ് എന്ന് പറയുന്ന പോലെ റഷ്യയിലെ കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാർ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാർ. അങ്ങനെ റഷ്യൻ റെവല്യൂഷൻ മീൻസ് റഷ്യയുടെ ഏറ്റവും ലാസ്റ്റ് സാർ എന്ന് പറയുന്നത് നിക്കോളസ് സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, നിക്കോളസ് സെക്കൻഡിന്റെ ഭരണം ആക്ച്വലി ആ ഒരു റൂളിന് ശേഷം എന്താണ് കിങ്ഡം അവിടെ നശിച്ചു പോവുകയും അവിടെ എന്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെമോക്രസി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കിങ് അല്ലെങ്കിൽ സാർ ആരായിരുന്നു? നിക്കോളസ് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അതിങ്ങനെ അടുത്ത് പഠിക്കാനാണ് ഈ റഷ്യൻ എംപയർ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ ആയിരുന്നു? അത് ആക്ച്വലി ഒരു കുറെ അധികം ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തതായിരുന്നു റഷ്യൻ എംപയർ എന്ന് പറയുന്നത്. ഫിൻലാൻഡ് വരുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ലാറ്റ്വിയ വരുന്നുണ്ടായിരുന്നു, ഫിൻലാൻഡ് ഉണ്ടായിരുന്നു, ലാറ്റ്വിയ ഉണ്ടായിരുന്നു, ലിത്വാനിയ, അതുപോലെ തന്നെ പോളണ്ടിന്റെ കുറച്ച് പാർട്സ് ആയിട്ടുള്ള യുക്രൈൻ, അതുപോലെ തന്നെ ബെലാറസ് എന്ന് പറയുന്ന കുറച്ച് സ്ഥലങ്ങളും, അതോടൊപ്പം തന്നെ ഇപ്പൊ കാണുന്ന പസഫിക് ആൻഡ് സെൻട്രൽ ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങളായിട്ടുള്ള ജോർജിയ,
അതോടൊപ്പം തന്നെ അർമീനിയ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കുറച്ച് സ്ഥലങ്ങൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ റഷ്യൻ എംപയറിന്റെ ലാസ്റ്റ് കിങ് ആരായിരുന്നു? നിക്കോളസ് സെക്കൻഡ് ആയിരുന്നു. നിക്കോളസ് സെക്കൻഡിന്റെ ആ ഒരു എംപയർ എവിടേക്കായിരുന്നു? ഫിൻലാൻഡ്, ലാത്വിയ, ലിത്വാനിയ പോലെ സ്ഥലങ്ങളിൽ, പോളണ്ടിന്റെ കുറച്ച് ഭാഗമായിട്ടുള്ള യുക്രൈൻ, ബെലാറസ് പോലുള്ള സ്ഥലങ്ങള്, പസഫിക് ആൻഡ് സെൻട്രൽ ഏഷ്യയിലെ കുറച്ച് ഏരിയാസ് ആയിട്ടുള്ള ജോർജിയ, അർമീനിയ പോലുള്ള സ്ഥലങ്ങൾ. ഇത്രയും ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആ റഷ്യൻ എംപയറിന്റെ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടെയുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും ഏത് ഗ്രൂപ്പിലായിരുന്നു? ദേ ഫോളോ, എല്ലാ ആൾക്കാരും റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. എന്തായിരുന്നു? റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരായിരുന്നു അവിടെയുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ എന്ന് പറയുന്നുണ്ടായിരുന്നത്. വേറൊരു പോയിന്റ് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിന്റെ സമയത്ത്, അതായത് അറ്റ് ദ ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറി, ഓൾമോസ്റ്റ് ഒരു 1901 ഒക്കെ ആയിരുന്ന സമയത്ത് അവിടെയുള്ള മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും അഗ്രികൾച്ചർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അബൌട്ട് ദി 85% ഓഫ് ദി ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. അതായത് യൂറോപ്പിലും മീൻസ് ഏറ്റവും ഹയർ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. റഷ്യ വാസ് ദി മേജർ എക്സ്പോർട്ടർ ഓഫ് ദി ഗ്രെയിൻ ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പോ റഷ്യൻ എംപയറിനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ വേണം. 1940 എന്നുള്ള ഇയർ ഓർത്ത് വെക്കണം. റഷ്യൻ അവസാനത്തെ സാർ ആരായിരുന്നു? നിക്കോളസ് സെക്കൻഡ് ആയിരുന്നു. നിക്കോളസ് സെക്കൻഡ് ഏതൊക്കെ ഏരിയയിലായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ഫിൻലാൻഡ്, ലാത്വിയ, ലിത്വാനിയ പോലുള്ള സ്ഥലങ്ങളില്, പോളണ്ട് കുറച്ച് ഭാഗമായിട്ടുള്ള യുക്രൈൻ, ബെലാറസില്, ഇപ്പോഴത്തെ പസഫിക് ആൻഡ് സെൻട്രൽ ഏഷ്യ ആയിട്ടുള്ള ജോർജിയ, അർമാനിയ പോലെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ആൻഡ് അവിടെ മെയിൻലി ഉണ്ടായിരുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരായിരുന്നു? റഷ്യയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, കാത്തലിക്സ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റന്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബുദ്ധിസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ച് മുസ്ലിംസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റിയും എന്താണ്? റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അതോടൊപ്പം തന്നെ എന്തായിരുന്നു? 20th സെഞ്ചുറിയിലെ ബിഗിനിങ്ങിന്റെ സമയത്ത്, അതായത് 1901 ഒക്കെ ആ ഒരു ടൈമിലായിരുന്ന സമയത്ത് അവിടെ മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും അഗ്രികൾച്ചർ ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 85% അഗ്രികൾച്ചർ ആയിരുന്നു. ആൻഡ് ഒരു യൂറോപ്യൻ കൺട്രീസ് വളരെ ഹൈ പോപ്പുലേഷൻ ഫോളോ ചെയ്ത അഗ്രികൾച്ചർ ആയിരുന്നു. ആൻഡ് റഷ്യ വാസ് ദി മേജർ എക്സ്പോർട്ടർ ഓഫ് ദി ഗ്രെയിൻ എന്ന് പറയണം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ മെയിൻലി നമ്മൾ പറഞ്ഞു, മെയിൻലി ഫോളോ ചെയ്ത് എന്താന്ന് പറഞ്ഞു? അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയണം? ഇൻഡസ്ട്രീസിനെ പറ്റി പറയണം. ആ ഒരു സമയത്തെന്ന് പറയുന്നത് നമ്മുടെ റഷ്യയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര പോക്കറ്റ്സ് ഇവിടെയൊക്കെയാണ് കുറച്ച് ഇൻഡസ്ട്രീസ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇൻഡസ്ട്രീസ് ഒക്കെ മെയിൻലി വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്തും, അതോടൊപ്പം തന്നെ മോസ്കോയിലൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇൻഡസ്ട്രീസ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബേസിക്കലി പറയുവാണെങ്കിൽ പ്രൊഡക്ഷൻസ് ഒക്കെ മെയിൻലി നോക്കിയിട്ടുണ്ടായിരുന്ന ക്രാഫ്റ്റ്സ്മെൻസ് ആയിരുന്നു. ക്രാഫ്റ്റ്സ്മെൻ. അപ്പൊ എന്താണ് ഈ ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറയുന്നത്? ബിക്കോസ് ഫാക്ടറി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാണ്ട് ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഉണ്ടാക്കുന്ന ഗോൾഡ് സ്മിത്ത് ആയിരിക്കുമല്ലോ, അതുപോലെ തന്നെ ഗോൾഡ് മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ഗോൾഡ് ഉണ്ടാവും. മെഷീൻ മെയ്ഡ് ആരെയും ഫാക്ടറി വർക്കേഴ്സ് ആക്കി ഉണ്ടാക്കുന്ന, അത് കുത്തിപ്പണിയുന്ന മീൻസ് അങ്ങനെ ആ ലേബറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാക്കി ക്രാഫ്റ്റ്സ്മെൻസ് പറയുന്നുണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പം ഇൻഡസ്ട്രീസ് വന്നാലും അവിടെ മെജോറിറ്റി പീപ്പിൾ ആര് തന്നെ ആയിരുന്നു? ക്രാഫ്റ്റ്സ്മെൻസ് ആയിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആരുണ്ടായിരുന്നത്? ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 1890s ഒക്കെ ആയ ഒരു സമയത്ത്, ഓക്കെ, ഒരു 1890s ആയ സമയത്ത് അവിടെ പയ്യെ കുറച്ചും കൂടെ ഫാക്ടറീസ് സ്റ്റെപ്പ്, മീൻസ് ആദ്യം വളരെ കുറച്ച് ഫാക്ടറീസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്ത് തുടങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാക്ടറീസ് പയ്യെ സ്റ്റെപ്പ് അപ്പ് വന്ന സമയത്ത്, നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകേണ്ട ആവശ്യം വരുമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആര് എക്സ്റ്റെൻഡ് ചെയ്യുമായിരിക്കും? റെയിൽവേ, അല്ല ട്രാൻസ്പോർട്ടേഷൻ മീൻസ് എക്സ്റ്റെൻഡ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും റെയിൽവേ സെറ്റപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ റഷ്യക്കകത്ത് വരുന്നിട്ടുള്ള ഫോറിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മീൻസ് കുറച്ച് അധികം ആൾക്കാര് റഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു? റഷ്യക്കകത്തുള്ള കോൾ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യാൻ തുടങ്ങി. ഉണ്ടായിരുന്നെക്കാട്ടും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? റഷ്യയില് ഡബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റീൽ ഔട്ട്പുട്ട്, അവിടെ ഉണ്ടായിരുന്ന സ്റ്റീലിന്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ്
അതുപോലെ തന്നെ എന്തായിരുന്നു, ആദ്യം അവിടെ ആരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്ന, ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്നു. ഇപ്പൊ എന്താണ്, ഫാക്ടറി വർക്കേഴ്സും ക്രാഫ്റ്റ്സ്മാൻസിന്റെ നമ്പർ ഏകദേശം ഈക്വൽ ആവാൻ തുടങ്ങി. ബിക്കോസ് ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരുപാട് വർക്ക് വരാൻ തുടങ്ങി. ആൾക്കാർക്ക് എങ്ങോട്ട് പോകാൻ തുടങ്ങി, ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അത് റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം, റഷ്യയുടെ എംപയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവസാനത്തെ സാർ ആരായിരുന്നു, നിക്കോളസ് സെക്കൻഡ് ആയിരുന്നു. നിക്കോളസ് സെക്കൻഡ് എവിടെയൊക്കെ ഭരിച്ചിരുന്നത് ഐഡിയ കിട്ടിയല്ലോ. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആൾക്കാരുടെ മെജോറിറ്റിയും എന്തായിരുന്നു, റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയിലെ ആൾക്കാരായിരുന്നു. 20th സെഞ്ചുറിയിലെ ബിഗിനിങ് എങ്ങനെയായിരുന്നു, 1901 ഒക്കെ. ബട്ട് 85% ഓഫ് ആൾക്കാരും എന്ത് തൊഴിലായിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. വളരെ പോക്കറ്റ്സ് ആയിരുന്നു. അവിടെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ, ഇൻഡസ്ട്രീസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സെന്റ് പീറ്റർബർഗ്സിലും മോസ്കോയിലായിരുന്നു. പക്ഷെ എന്തായിരുന്നു, ഇൻഡസ്ട്രീസ് വന്നാൽ പോലും മെജോറിറ്റി ഓഫ് ആൾക്കാരും ക്രാഫ്റ്റ്സ്മെൻസ് ആയിരുന്നു. ആ സമയത്താണ് 1890s ഒക്കെ ആയിരുന്ന സമയത്ത് ഫാക്ടറീസ് പയ്യെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഇൻഡസ്ട്രീസ് പയ്യെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് റെയിൽവേ എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങി, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടാൻ തുടങ്ങി, കോൾ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യാൻ തുടങ്ങി, സ്റ്റീലിന്റെ ഔട്ട്പുട്ട് കൂടാൻ തുടങ്ങി. ആൻഡ് എന്താണ്, എത്ര തന്നെ ക്രാഫ്റ്റ്സ്മെൻസ് ഉണ്ടോ അത്രയും തന്നെ ആരും വരാൻ തുടങ്ങി, ഫാക്ടറി വർക്കേഴ്സും വരാൻ തുടങ്ങി. ഓക്കെ, ഇത്ര ഒരു പോർഷൻസ് എന്ന് പറയുന്നുണ്ടാവുന്ന. ഇനി നമുക്ക് അപ്പൊ അഗ്രികൾച്ചറിൽ നിന്ന് മാറി ആൾക്കാർ പയ്യെ എങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലായി, ഇൻഡസ്ട്രീസിൽ വരുന്നു എന്ന് മനസ്സിലായി. ഇനി ഇൻഡസ്ട്രീസ് പയ്യെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇൻഡസ്ട്രീസിലുള്ള വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റി നോക്കാം. അപ്പൊ ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡസ്ട്രീസ് ഗവൺമെന്റിന്റെ അണ്ടറിലായിരുന്നു. വന്നാൽ പോലും ഗവൺമെന്റ് ആയിരുന്നു എന്ത് ചെയ്ത, സൂപ്പർവൈസ് ചെയ്തിരുന്നത്. അപ്പൊ ഗവൺമെന്റ് സൂപ്പർവൈസ്ഡ് ദോസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് സൂപ്പർവൈസ് ചെയ്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, അവിടെ മിനിമം വേജ് മീൻസ് അവർ ജോലി ചെയ്യുന്നതിനൊത്ത വേജ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന കാര്യം എൻഷുർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്തായിരുന്നു, ദേ ഹാഡ് എ ലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ്. അവർക്ക് ഇത്ര വർക്കിംഗ് അവേഴ്സ് മീൻസ് ഇത്ര നേരം ജോലി ചെയ്താൽ മതി എന്നൊരു വർക്കിംഗ് അവേഴ്സ് അവിടെ സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുറച്ചധികം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻഡസ്ട്രീസ് ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആകാൻ തുടങ്ങി. മീൻസ് പ്രൈവറ്റൈസേഷൻ അവിടെ എന്താകാൻ തുടങ്ങി, കുറച്ചധികം കൂടാൻ തുടങ്ങി. പ്രൈവറ്റൈസേഷൻ വന്നു തുടങ്ങിയപ്പോ എന്തായിരുന്നു, വർക്കിംഗ് അവേഴ്സിൽ നല്ല രീതിയിൽ ചേഞ്ച് വരാൻ തുടങ്ങി. 15 hours, 10 hours, 12 hours അത്രയും വർക്കിംഗ് അവേഴ്സ് അവിടെ വരാൻ തുടങ്ങി. മാത്രമല്ല അക്കോമഡേഷൻസ് ഒക്കെ വേരി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഡോർമെറ്ററീസ് ഒക്കെ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും there were division of വർക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ കുറച്ച് സോഷ്യൽ ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. അതായത് കുറെ ആൾക്കാർ സിറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറെ ആൾക്കാർ വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, മെൻ ഉണ്ടാവും, വിമൻ ഉണ്ടാവും, ചിൽഡ്രൻസ് ഉണ്ടാവും. അപ്പൊ ചൈൽഡ് ലേബർ ഭയങ്കര മോശം. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളും ജോലിക്ക് പോവുമായിരുന്നു. അപ്പൊ മെൻ വിമൻ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിറ്റീസിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ, വില്ലേജിൽ നിന്ന് വന്നിട്ടുള്ള സ്ട്രോങ് വില്ലേജ് ലിങ്ക് ഉള്ള ആൾക്കാർ, അങ്ങനെ രീതിയിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ട് വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അത് കൂടാനിട്ട് സ്കില്ലിന്റെ ബേസിലും ആക്ച്വലി വർക്കേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കില്ലിന്റെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഫോർ ദി മെറ്റൽ വർക്കേഴ്സ് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് മെറ്റൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന സമയത്ത് നമുക്ക് റെയിൽവേ എക്സ്റ്റെൻഡ് ആയി, കുറെ മെഷീൻസ് വേണം, മെറ്റൽസ് വേണം. അങ്ങനെ വന്നപ്പോഴത്തേക്കും മെറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവർക്ക് നല്ല ട്രെയിൻഡ് ആണ്, അവർ നല്ല രീതിയിൽ സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പേയ്മെന്റ്സും കാര്യങ്ങളും കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് അവർ ചെയ്യുന്ന വർക്ക് രീതിയിൽ അവരുടെ ആ ഒരു സ്കിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിവിഷൻ കൊണ്ടുവരാൻ തുടങ്ങി. അവരെ മാനേഴ്സ് വെച്ച് അങ്ങനെ പല രീതിയിൽ ഡിവിഷൻ കൊണ്ടുവരാൻ തുടങ്ങി. ഡിവിഷനൊക്കെ വന്ന സമയത്ത് മെയിൻ പ്രോബ്ലം വാസ് ഫോർ വിമൻ വർക്കേഴ്സ്. അതായത് വിമൻ വർക്കേഴ്സ് നമുക്ക് അറിയാം എത്ര നേരം വർക്ക് ചെയ്താൽ പോലും അവർക്ക് ആക്ച്വലി മെനിനെക്കാട്ടും 31% ലെസ് ആയിട്ടുള്ള വേജസ് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഒക്കെ പയ്യെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. എത്രയൊക്കെ ഡിവിഷൻസ് ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രോബ്ലംസ് വന്നു തുടങ്ങിയാൽ പോലും ദേ ഹാഡ് എ യൂണിറ്റി. ഈ വർക്കേഴ്സിന്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു, യൂണിറ്റി ഉണ്ടായിരുന്നു. ആ യൂണിറ്റിയുടെ ഭാഗമായിട്ട് ദേ ഫോം അസോസിയേഷൻസ് ആണ്. എന്താണ് ഈ അസോസിയേഷൻസ് എന്ന് പറയുന്നുണ്ടാവുന്നത്, അവർക്കൊരു ഗ്രൂപ്പ് ഓഫ് കാണുമായിരിക്കും. അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വർക്കേഴ്സ് തന്നെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്, അവർക്ക് അൺഎംപ്ലോയ്മെന്റ് വന്നു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട്, എന്തെങ്കിലും വർക്കിംഗ് ടൈമിൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ കുറെ അസോസിയേഷൻസ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അസോസിയേഷന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് 18
1896നും 1897നും ഇടയിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ കുറെ പ്രോബ്ലംസും സ്ട്രഗിൾസും ഉണ്ടായിരുന്നു. അതിനെതിരെ കുറച്ചെങ്കിലും ഒരു വർക്കേഴ്സിന് വേണ്ടി വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഈ വർക്കിംഗ് അസോസിയേഷൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ 1902 മെറ്റൽ ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നതുകൊണ്ട് തന്നെ എന്താണ് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, വേജസ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ എന്തുണ്ടായിരുന്നു, ആ ഇത്രയും ഡിവിഷൻസ് ഉണ്ടെങ്കിൽ പോലും ദേ ഹാഡ് എ യൂണിറ്റി ആൻഡ് ദേ ഹാഡ് എ അസോസിയേഷൻ. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പൊ റഷ്യൻ റെവല്യൂഷൻ പഠിക്കുന്ന മുമ്പ് എന്താണ് റഷ്യൻ എംപയറിന് പഠിക്കുക, അവിടെ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പഠിക്കുക, മെജോറിറ്റി ആൾക്കാരും അഗ്രികൾച്ചർ ആണെന്ന കാര്യം ഓർക്കുക, പയ്യെ പയ്യെ ഇൻഡസ്ട്രീസ് വന്നു എന്ന് ഓർക്കുക, ആ ഇൻഡസ്ട്രീസ് കുറച്ചുകൂടി നമ്പർ കൂടാൻ തുടങ്ങിയെന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടി, റെയിൽവേ കൂടി, സ്റ്റീൽ പ്രൊഡക്ഷൻ കൂടി, കോൾ പ്രൊഡക്ഷൻ കൂടി, എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ഇൻഡസ്ട്രീസ് ഭയങ്കര ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗവൺമെന്റ് സൂപ്പർവൈസർ അണ്ടറിലുള്ള ആൾക്കാർക്ക് മിനിമം വേജസും ലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സും കൊടുത്തു. പ്രൈവറ്റൈസേഷൻ കൂടിയതോടുകൂടി അവിടെ വർക്കിംഗ് അവേഴ്സ് 10, 12, 15 എന്ന രീതി നല്ല രീതിയിൽ വേജ് മാറിയിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷൻ ഭയങ്കര പുവറായിരുന്നു. ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ വാസ് ദർ. സോഷ്യൽ ഗ്രൂപ്പ് വെച്ചിട്ട് സിറ്റീസും വില്ലേജ് എന്ന അങ്ങനത്തെ രീതിയിൽ ഡിവിഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സ്കില്ല് വെച്ചിട്ട് മെറ്റൽ വർക്കേഴ്സിന് ട്രെയിനും സ്കിൽഡ് ആവുമ്പോഴത്തേക്ക് അവർ കുറച്ചും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. വിമൻ വർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തായിരുന്നു, മെന്നിനെക്കാട്ടും 31% ലെസ് ആയിട്ടുള്ള സാലറി ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തൊക്കെ ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാലും ദേ ഹാഡ് എ യൂണിറ്റി. ആ യൂണിറ്റിയുടെ പേരിൽ അവർ ഒരു വർക്കിംഗ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വർക്കിംഗ് അസോസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് 1896 to 1897 ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻ കാര്യമാണ് അബൌട്ട് ദി പെസൻസ്. പെസൻസിനെ പറ്റി പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബിക്കോസ് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടാകും. ബിക്കോസ് റഷ്യയിലുള്ള പെസൻസ് അല്ലെങ്കിൽ ഫാം വർക്കേഴ്സ് എന്ന് പറയുന്ന ബാക്കിയുള്ള കൺട്രീസിലുള്ള ഫാം വർക്കേഴ്സിനെ കാട്ടും ഡിഫറെന്റ് ആയിരുന്നു. അത് എന്തുകൊണ്ടൊരു ഡിഫറെന്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം അബൌട്ട് ദി പെസൻസ്. സോ പെസൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പെസൻസ്, റഷ്യക്കകത്തുള്ള പെസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ മെജോറിറ്റി ഓഫ് ദി ലാൻഡും അവർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആ ലാൻഡ് ആരുടെ അണ്ടറിലായിരുന്നു, നൊബിലിറ്റിയുടെ അണ്ടറിലോ അല്ലെങ്കിൽ ക്രൗൺ മീൻസ് രാജാവിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചർച്ചിന്റെ അണ്ടറിലോ ഒക്കെ വരുന്നിട്ടുള്ള ലാൻഡ് ആയിരുന്നു അവരെ മിക്കവാറും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവരെ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു, ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പെസൻസ് എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ദേ ഡസ് നോട്ട് ഹാവ് നോ റെസ്പെക്ട് ടുവേർഡ്സ് നൊബിലിറ്റി. എല്ലായിടത്തും എന്തായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് നൊബിലിറ്റി പറയുന്ന പോലെ ടാക്സ് കൊടുത്തു, നൊബിലിറ്റി പറയുന്ന പോലെ കേട്ടു, അതൊക്കെയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇവർക്ക് പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ദേ ഹാവ് നോ റെസ്പെക്ട് ടുവേർഡ്സ് നൊബിലിറ്റി ആയിരുന്നു. മാത്രമല്ല എന്തായിരുന്നു, ദേ വാണ്ടഡ് ദി ലാൻഡ് ഓഫ് നോബിൾസ് ടു ബി ഗിവൺ ടു ദം. അവർക്ക് എന്താണ്, നോബിൾസിന്റെ അണ്ടറിലുള്ള ലാൻഡ് അവർക്ക് വേണം എന്നൊരു ഇതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ടു ബി ലാൻഡ് ഓഫ് നോബിൾസ് ടു ബി ഗിവൺ ടു ദം ആയിരുന്നു. മാത്രമല്ല ദേ റെഫ്യൂസ് ടു പേ ദ റെന്റ്. അവര് ഒരു രീതിയിലും അവരെ ടാക്സോ അല്ലെങ്കിൽ റെന്റോ പേ ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അവര് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഈവൻ മർഡേർഡ് ദി ലാൻഡ് ലോഡ്സ്. അവരുണ്ടായിരുന്ന ലാൻഡ് ലോഡ്സിനെ അവര് കൊന്നു വന്നിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് നേടിയെടുക്കുക അവരുടെ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അവര് ഈവൻ മർഡേർഡ് ദി ലാൻഡ് ലോഡ്സ് ആയിരുന്നു. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും 1902 വർഷം ഓർത്ത് വെച്ചു, 1902 ആയ സമയത്ത് സൗത്ത് റഷ്യയില് ഈ ഒരു ഇൻസിഡൻസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് 1905 ആയ സമയത്ത് ഇത് എൻറ്റയർ റഷ്യയിലും ഈ ഒരു ഇൻസിഡൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഈ ഒരു പെസൻസിന്റെ, റഷ്യക്കകത്തുള്ള പെസൻസിന്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇവർ ആക്ച്വലി എല്ലാ ലാൻഡും കൂടെ പൂൾ ചെയ്തിട്ട് ഇവർ ഓരോ ഇൻഡിവിജ്വൽ ഫാമിലിക്ക് അവരുടെ ആവശ്യപ്രകാരം ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവരവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. So what were the points about the peasants of Russia?
അവര് നോബലിന്റെയും ക്രൗണിന്റെ ഓർത്തഡോക്സിന്റെയും എന്തായിരുന്നു, ലാൻഡിലായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ വേർ ഡീപ്ലി റിലീജിയസ് ആയിരുന്നു. അവർക്ക് നോബിലിറ്റിയോട് റെസ്പെക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് നോബിൾസിന്റെ ലാൻഡ് അവർക്ക് വേണമായിരുന്നു. അവര് റെന്റ് ഒന്നും പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ മാടാതി ലാൻഡ് ലോഡ്സ് ആയിരുന്നു. 1902 ആയ സമയത്ത് സൗത്ത് റഷ്യയിൽ ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1905 ആയപ്പോ എന്തായാലും സൗത്ത് റഷ്യ മാത്രമല്ല എൻറ്റയർ റഷ്യയിലും ഇത് സ്പ്രെഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അബൌട്ട് ഹൗ കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. റഷ്യൻ എംപയറിനെ പറ്റി പിടികിട്ടി, ഇൻഡസ്ട്രിയലൈസേഷനെ പറ്റി പിടികിട്ടി, ഡിവിഷൻ ഓഫ് വർക്കേഴ്സിനെ പറ്റി പിടികിട്ടി, പെസൻസ് ഓഫ് റഷ്യയെ പറ്റി പിടികിട്ടി. പക്കയല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോഷ്യലിസം ഇൻ റഷ്യയെ പറ്റി പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് ആൽഫ ടൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.